കോഴിക്കോട് നിന്ന് ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട്. ദൃശ്യ, എവിടെയാണ് നിൽക്കുന്നത്? എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികൾ? എത്രത്തോളം പ്രതീക്ഷയിലാണ്? പതിവിലും എന്തോരം വ്യത്യാസമുണ്ട് ഇത്തവണത്തെ കുട്ടിക്കലാശത്തിന്? കോർപ്പറേഷൻ 39-ാം വാർഡ് മീൻചന്തയിലാണുള്ളത്. ഇവിടെ നമ്മുടെ മുസാഫർ അഹമ്മദ്, അതായത് കോഴിക്കോട് LDFന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് മത്സരിക്കുന്ന വാർഡാണ് ഈ മീൻചന്ത വാർഡ്. ഇവിടെ ഇപ്പോൾ പ്രചരണത്തിന്റെ ഈ കൊട്ടിക്കലാശത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ ബൈക്ക് റാലി അടക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ബൈക്ക് റാലി അടക്കം എത്തിക്കഴിഞ്ഞു. നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെയുണ്ട്. മാറ്റമല്ല, കൂടുതൽ അധികം സീറ്റ് നേടി അധികാരത്തിൽ വരും. പൊതുവെ UDF മറ്റു ധാരണയ്ക്കെതിരെ സമസ്ത ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് LDFന് ഗുണകരമായി തീരുക? അല്ല, പൊതുവെ എല്ലാ കാര്യങ്ങളും LDFന് അനുകൂലമാണ്. കോഴിക്കോടിനൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ മതനിരപേക്ഷതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മതവർഗീയ പ്രസ്ഥാനങ്ങളോട് ഒരു തരത്തിലും കോഴിക്കോട് ജനത സന്ധി ചെയ്യാറില്ല. കോഴിക്കോട് കോർപ്പറേഷൻ LDFന്റെ കൈകളിൽ, അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ആംഗിളിൽ പരിശോധിച്ചാൽ ഭദ്രമായി നിൽക്കുന്നു. അപ്പോൾ LDFന് എല്ലാ നിലയിലും സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം, കോർപ്പറേഷൻ്റെ ഭരണനേട്ടം, മതസാഹോദര്യം കാത്തു സംരക്ഷിക്കാൻ എല്ലാ നിലയിലും LDF വിജയിക്കണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. നേതാക്കൾക്കൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ബൈക്ക് റാലി അടക്കം, ഈ കൊട്ടിക്കലാശത്തിന്റെ ബൈക്ക് റാലി അടക്കം ഇവിടെ ആരംഭിക്കും. നമ്മുടെ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് നമ്മുടെ കൂടെയുണ്ട്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു. വിജയപ്രതീക്ഷ തുടക്കം മുതലുണ്ട്, ഓരോ ഘട്ടത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പം അതിന് യാതൊരു സംശയമില്ല, LDF കോഴിക്കോട്ട് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും തന്നെയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും. കോഴിക്കോട് ഇത്തവണയും ജനം ഒപ്പല്ലേ, എന്ത് പേടിക്കാൻ? അപ്പൊ എന്തായാലും ഈ ഒരു കൊട്ടിക്കലാശം ഗംഭീരമാക്കുകയാണ് LDF ട്രെൻഡാണ്. അപ്പോൾ ഇത് തന്നെയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ. നമ്മുടെ മന്ത്രി അടക്കം മുസാഫർ അഹമ്മദിന്റെ കൊട്ടിക്കലാശത്തിൽ പ്രചരണത്തിനൊപ്പമുണ്ട്. ആദ്യം തുടക്കം മുതൽ തന്നെ ഈ മുസാഫർ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ വോട്ടർമാർക്കിടയിൽ തന്നെ, മീൻചന്ത ഭാഗത്തൊക്കെ തന്നെ വോട്ടർമാർക്കിടയിൽ അത്രത്തോളം പരിചിതമായൊരു മുഖം കൂടിയായിരുന്നു. അതുകൊണ്ട് ഈ വോട്ട് ഈ പ്രചരണത്തിനെത്തിയ സന്ദർഭങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ആളുകൾ വളരെ വേഗത്തിൽ തന്നെ അടുത്ത് പെരുമാറുന്നു. ഈ ആളുകൾ വോട്ട് ചെയ്യുന്നതടക്കമുള്ള ഈ ഉറപ്പ് മുസാഫർ അഹമ്മദിന് ഉണ്ടായിരുന്നു. അത് നമ്മളോട് നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ അരക്കിണറിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ മീൻചന്ത ഭാഗത്തേക്കാണ് ഈ കൊട്ടിക്കലാശം പോകുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ ഓരോ വാർഡുകളിൽ നിന്നായി ഈ കൊട്ടിക്കലാശം ബൈക്ക് പ്രചരണ റാലികളായി തന്നെ ഈ പ്രവർത്തകരോടൊപ്പം ഈ ഓരോ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു. ഇത്തവണ കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു കേന്ദ്രീകൃതമായി, അതായത് LDFും UDFും ഒരുമിച്ചെത്തുന്ന പ്രദേശങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഓരോ മുന്നണികളായി ഓരോ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവർ ഈ പ്രചരണ പരിപാടികൾ, അവസാനഘട്ട വോട്ട് ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഉറപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ തന്നെ കടക്കുകയാണ്. എന്തായാലും കൊട്ടിക്കലാശം LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ മേയർ കാൻഡിഡേറ്റായി മുന്നോട്ട് വെച്ച, കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ കാൻഡിഡേറ്റായി മുന്നോട്ട് വെച്ച മുസാഫർ അഹമ്മദിന്റെ ഭാഗത്ത്, ഈ മീൻചന്ത ഭാഗത്ത് കൊട്ടിക്കലാശം എന്തായാലും ഈ 4 മണിയോടെ തന്നെ തുടങ്ങിയിരുന്നു. 4 മണിയോടെ തന്നെ പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് 45 വർഷമായി LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ്. ഈ നിയമസഭയിലും ലോക്സഭയിലും തെരഞ്ഞെടുപ്പുകൾ വന്ന് വിധി മാറി മറിഞ്ഞതുപോലും ഈ കോഴിക്കോട് കോർപ്പറേഷൻ LDFിനൊപ്പം ഉറച്ചു നിന്നൊരു കോർപ്പറേഷൻ കൂടിയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ ഈ LDFിനൊരു മേൽക്കൈയുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവസാനഘട്ട ഈ പരസ്യ പ്രചാരണത്തിന്റെ പരിപാടികളൊക്കെ തന്നെ അവസാനിക്കും. അല്പസമയത്തിനകം മീൻചന്ത ഭാഗത്തേക്ക്, പയ്യാനക്കൽ ബസാർ ഭാഗത്തേക്ക് ഈ റാലി എത്തും. അവിടെ വെച്ചായിരിക്കും ഈ അവസാനഘട്ട പരിപാടികളൊക്കെ തന്നെ ഉണ്ടാവുക. ധന്യ. ശരി
ദൃശ്യാണ് മീഞ്ചതയിൽ നിന്ന് വിവരങ്ങൾ നടക്കിയത്. വടക്കൻ കേരളത്തിൽ ഇന്ന് കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വലിയ ആവേശത്തോടെയുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. വ്യത്യസ്തമായ കൊട്ടിക്കലാശത്തിലേക്ക് പല സ്ഥലങ്ങളിലും പോയിരിക്കുന്നു. ഓരോ വാർഡടിസ്ഥാനത്തിൽ പോലും കൊട്ടിക്കലാശം നടത്തുന്ന വലിയ ആഘോഷമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികൾ. അവസാന വട്ടത്തിൽ എങ്ങനെയൊക്കെ പ്രേക്ഷകരെ ആകർഷിക്കാം, എങ്ങനെയൊക്കെ ആളുകളെ വോട്ടർമാരെ കയ്യിലെടുക്കാം എന്നത് നോക്കി അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികൾ എത്തിയിരിക്കുന്നത്. വലിയ ആഘോഷത്തിൽ ആവേശത്തിൽ മുന്നണികൾ നിൽക്കുന്നു. ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അവർ എന്തൊക്കെയായിരിക്കാം വോട്ടർമാരെ സ്വാധീനിച്ചത് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. വലിയ വിജയപ്രതീക്ഷകൾ ഓരോ മുന്നണികളും പങ്കുവയ്ക്കുന്നുണ്ട്.